ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ കിറ്റ്കാറ്റ് പഴംപൊരി. അപ്പൊ നമ്മൾ മേടിച്ച കിറ്റ്കാറ്റും പഴവും എന്താവുമെന്ന് അറിയത്തില്ല, ഫസ്റ്റ് ട്രൈ ആണ്. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട് പോവാം. അപ്പൊ നമ്മൾ തൊലി കളഞ്ഞ പഴമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പഴത്തിനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് വേണം അതിൻ്റെ അകത്ത് നമ്മൾ ചോക്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളിവിടെ പഴമെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് എല്ലാം നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം. കിറ്റ്കാറ്റ് ഒക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ പഴവും ചോക്ലേറ്റും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ശേഷം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. മൈദാ മാവിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പഴം എടുത്ത് അതിൻ്റെ നടുക്കത്തെ പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അവിടെ ആയിട്ടാണ് നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ആ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അലിഞ്ഞുപോയ ചോക്ലേറ്റൊക്കെ ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച പഴത്തിലേക്ക് നമുക്ക് കിറ്റ്കാറ്റിൻ്റെ ഒരു പീസ് എടുത്തൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ കിറ്റ്കാറ്റ് പൊടിഞ്ഞു പോകാണ്ട് തന്നെ നല്ല രീതിയിൽ ആ പഴത്തിലേക്ക് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ അത് പഴത്തിൽ നിന്ന് ഇളകിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞെങ്കിലും നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് ഒരു പീസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത പീസ് റെഡിയാക്കാം. പഴത്തിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ചോക്ലേറ്റിൻ്റെ പീസ് എടുത്ത് ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് പൊടിയാണ്ട് അടുത്ത പീസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കിറ്റ്കാറ്റും ഗാലക്സിയും എല്ലാം വെച്ചിട്ട് നമ്മളിവിടെ പഴം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവിൽ മുക്കി ഇനി ഓരോന്നോരോന്നായിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ്, നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന കരിഞ്ഞൊന്നും അല്ല കേട്ടോ, ഈ കാണുന്നതൊക്കെ എന്താ പറയാ ചോക്ലേറ്റ് ആണ്. അപ്പം ഇതാണ് ഗാലക്സി, ഇത് ബാക്കി കിറ്റ്കാറ്റിന്റെ മുട്ടയിലാണ്. അപ്പം ഇത് നമുക്ക് ഈ ഗാലക്സി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അയ്യോ, ക്രീമി സാധനം. ഈ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനം. മധുരം ഇഷ്ടപ്പെടാത്തവർ ട്രൈ ചെയ്യേ വേണ്ട. നല്ല അടിപൊളി സാധനം. അപ്പൊ നമുക്ക് അടുത്തത് കിറ്റ്കാറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗാലക്സി ഒരു രക്ഷയില്ല, നമുക്ക് കിറ്റ്കാറ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കിറ്റ്കാറ്റ് ആ ബിസ്ക്കറ്റിന്റെ ഒരു ഇതും ആ ചോക്ലേറ്റിന്റെയും അടിപൊളി മാരകമായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി സാധനം. ഇത് തന്നെ നമ്മള് കിറ്റ്കാറ്റിന്റെ വേറൊരു ടൈപ്പാണിത്, ഒരു വേഫറിന്റെ ഒരു ടൈപ്പ്, ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, ഇതും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗാലക്സിയാണ്. ഗാലക്സി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ.